വാങ്ങിപ്പോയവരുടെ ഓർമ്മയിൽ നടത്തുന്ന കുക്കിലിയോൻ വൈകല്യമാക്കുന്ന ഓർത്തഡോക്സുകാർ, ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങളാണ്. നമുക്കറിയാം, വാങ്ങിപ്പോയവരുടെ ഓർമ്മ ദിവസം നമ്മൾ ചൊല്ലുന്ന കുക്കിലിയോൻ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ എന്നാണ്. ഈ ആരാധനയിലും അത് ചൊല്ലാറുണ്ട്. ആരാധനയെ ചൊല്ലുമ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് പണ്ടെവിടെയോ കേട്ടതും ആരൊക്കെയോ പാടിയതുമായിട്ടുള്ള എല്ലാം ചേർത്തങ്ങ് പാടുക. അതിൻ്റെ ഒരു 6 തെറ്റുകൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. കാരണം എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. ചില വൈദികരുൾപ്പെടെ തെറ്റിക്കുന്ന കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ഒരു 3 തിരുത്തലുകൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ 9 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത്, ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ ഖബറീനുദ്യാനത്തിനായി. പലരും പാടുന്നത് ഖബറിനുദ്യാനത്തിനായി എന്നാണ്. ഫോർ ദ ടോംബ് അല്ല, ഫ്രം ദ ടോംബ് ടു ദ പാരഡൈസ്, ടു ദ ഹെവൻ, ടു ദ ഹെവൻലി ഗാർഡൻ എന്ന അർത്ഥം. അല്ലാതെ പാടുമ്പം ഈ പറഞ്ഞ് ജീവസ്വരമതുണർത്തണമേ ഖബറീനുദ്യാനത്തിനായി, അവിടുത്തെ ജീവസ്വരത്താൽ ഖബറീനുദ്യാനത്തിലേക്ക് പ്രവേശിക്കണം. 2, കുക്കിലിയോൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ, പുല്ലിനു തുല്യം നരനുടെ നാളുകളഹോ ഹാലേലുയ്യ, പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ. പൂക്കുന്നുമല്ല, പൂക്കുക എന്ന പ്രവേശിക്കുക എന്നർത്ഥം. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ, വയലിൽ പൂക്കുന്ന പൂച്ചെടി പോലെ എന്നാണ് അർത്ഥം. നമ്മൾ പലർക്കും പാടും പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ. അതെന്തുകൊണ്ടോ 8-ാം നിറത്തിൻ്റെ ഒരു പ്രത്യേകതയോടെയാണ് പെട്ടെന്ന് പാടുന്നതാണ്. പക്ഷെ പാടുമ്പോൾ അത് വൈകല്യമായി മാറാറുണ്ട്. 3, കൊമ്പിൽ നാദം എന്ന് പാടാറുണ്ട്. അതായത് നയവാൻമാർ തൻ മുൻ കൊമ്പിൽ നാദം. അതെന്താന്ന് കേട്ട് പഠിച്ച, നോക്കി പഠിച്ചതല്ല. എന്താണ് ആ പാട്ട്? നയവാൻമാർ തൻ മുൻ കൊമ്പിൻ നാദം കേട്ട്, കൊമ്പിൽ നിന്ന് വരുന്ന നാദം കേട്ട്. അത് കൊമ്പിൻ നാദമാണ്, അല്ലാതെ കൊമ്പിൽ അല്ല, ഇൽ അല്ല, ഇൻ ആണ്. നയവാൻമാർ തൻ മുൻ കൊമ്പിൻ നാദം കേട്ടിട്ട്. ഓക്കെ, അങ്ങനെയാണ് അത് പോകുന്നത്. അടുത്തത് എല്ലാവരും തെറ്റിക്കുന്ന ഒരെണ്ണമാണ് 4-ാമത്തെ കാര്യം. അത് വേറൊന്നുമല്ല, ഉയരേകുന്നോൻ രാജ, ഉയരത്തിൽ നിന്ന് എഴുന്നള്ളി. 2 ഉയര് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അടിച്ചും കാച്ചു. ഉയര് അല്ല, ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്ന് എഴുന്നള്ളി എന്നാണ്. അത് പലയിടങ്ങളിലുണ്ട്. ലാസ്റ്റിലും അതേപടി തന്നെ, ഖബറുകളുള്ളിൽ നിന്നിങ് അവരവരുയിരോട് എഴുന്നേറ്റ് ഉയിരേകും നിന്നെ സ്തോത്രം ചെയ്യണം. ഇത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. പല വൈദികരും തുടക്കം ഇടുന്നത് ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നെഴു അല്ല, ഉയിരേകുന്നോൻ രാജ ഉയരത്തിൽ. അതുപോലെ ലാസ്റ്റിലും ഖബറുകളുള്ളിൽ നിന്നിങ് അവരവരുയിരോട് എഴുന്നേറ്റ്, അവിടെ ഉയിരുണ്ട് കേട്ടോ. അടുത്തതും ഉയിരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു ബാറയ്ക്കുമോൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ശരീരം ഭക്ഷിച്ചെൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. അവിടെ ചിലർ വിടാം ഞാൻ എന്ന് പാടാറുണ്ട്. എങ്ങനെയാ? പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ. പാതാളത്തിലേക്ക് വിടാമെന്ന് അല്ല, പാതാളത്തിൽ വിടാ ഞാൻ. ഒരിക്കലും വിടില്ല, വിടില്ല എന്നർത്ഥത്തില്ല. അതുകൊണ്ടാ വിടാ കഴിഞ്ഞൊരു കോമയുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിച്ചെൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ. വിടാം ഞാൻ എന്ന് പറയാൻ തെറ്റി, നേരെ തിരിച്ചായിപ്പോയി. കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമില്ലാതെയായിപ്പോയി. അടുത്തത് അതിനകത്ത് തന്നെയാണ്, എന്നും കർത്ത തന്നരുളിന്നു മഹത്വം. അതായത് നമ്മൾ പാടുന്നത് തന്നരുളിന്നു മഹത്വം എന്നാണ്, അല്ല തന്നരുള് ഇന്നു മഹത്വം. അത് കുർബാനക്രമത്തിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 6 തിരുത്തുകൾ പാടുന്ന കേൾക്കുമ്പോൾ വല്ലാത്ത വൈകല്യം തോന്നും. കാരണം ഈ കുക്കിലിയോനകത്ത് മാത്രം ഇത്രയും തെറ്റ് വരുന്നത്. ഇനി ഒരു 3 സജഷൻസ് കൂടാ. നിങ്ങൾ പാടുമ്പം അർത്ഥം പൂർത്തീകരിക്കത്തക്ക ഒരു 3 സജഷൻ ഇടാം. സജഷൻ ഇതാണ്. ഈ പാടുന്നതിനകത്ത് മൃതിയാർന്നോരെ നാശം നീക്കി ജീവിപ്പി ചണിയേണം. എന്ത് ചണിയേണം എന്ന് എനിക്കറിയത്തില്ല. ജീവിപ്പിച്ച് അണിയേണം, അങ്ങനെ തന്നെ പാടാം. മൃതിയാർന്നോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയേണം നിന്നെ നോക്കും പാടാൻ പറ്റും.
അടുത്ത സ്റ്റാൻസായുടെ ലാസ്റ്റിലുണ്ട്, നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടി ടങ്കിയണി. ടങ്കിയണി എന്താ? നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. പാടാൻ പറ്റും. മൂന്നാമത് ഒരെണ്ണോടെ മാത്രം, സ്ലീബായാൽ ജീവിതരെ കാ തൻപാൽ. തൻപാൽ എന്തുവാ? സ്ലീബായാൽ ജീവിതരെ കാത്ത് അൻപാൽ മുക്തിമുതർക്കേക നാഥാ താവകമിരു ലോകം നിന്നധികാരം താനെങ്ങും സ്ലീബായാൽ ജീവിതരെ കാത്ത് അൻപാൽ മുക്തി മൃതർക്കേക. മാത്രയ്ക്കൊന്നും പ്രശ്നം വരത്തില്ല, താളത്തിന് പ്രശ്നമില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച് പാടാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിച്ചാൽ ആരാധന അർത്ഥപൂർണ്ണമാവും. അർത്ഥമറിയാത്ത ഒരാരാധനയും നമ്മുടെ മനസ്സിൽ തൊടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പെന്തിക്കോസ്ത് ശുശ്രൂഷയൊക്കെ നമ്മുടെ മനസ്സിൽ തൊടാത്തതിൻ്റെ കാരണം അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം. അർത്ഥം മനസ്സിലാക്കി ചൊല്ലാൻ ഇടയാകട്ടെ. മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.